ഹലോ, നമുക്ക് രാവിലെ ഒരു പഴയ രീതിയിലൊരു മാങ്ങാക്കറി വയ്ക്കാം. അതിലേക്ക് വേണ്ടി കുറച്ചൊരു 10 വറ്റൽമുളകോളം നമുക്കതിൻ്റെ ഞെട്ടൊക്കെ മുറിച്ചതിന് ശേഷം നല്ലവണ്ണം കഴുകി ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുതിർത്ത് മുളകും വെളുത്തുള്ളി, ഉലുവ, കടുക് ഇതെല്ലാം കൂടി അരച്ച് കലക്കി ഒരു സൂപ്പർ മാങ്ങാക്കറിയാണ് വയ്ക്കുന്നത്. അതിലേക്ക് വേണ്ടി മുളക് വറുത്ത് വെച്ചു. രാവിലെ ഇതേ പോയി പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ രാവിലെ ദോശയ്ക്ക് കിഴങ്ങ് കറിയാണ്. ദോശയ്ക്ക് കിഴങ്ങ് കറി വയ്ക്കണു. ഒരാൾ അവിടെ ദോശ ചുടുന്ന തിരക്കിലാണ്. അവളുടെ ഹസ്ബൻഡുണ്ട്, അവന് കൊടുക്കാൻ വേണ്ടിയാണ് ദോശ ചുടുന്നത്. അങ്ങനെ രാവിലത്തെ തകർത്തുള്ള അടുക്കള പണികളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങ് വന്നു. അരിയൊക്കെ ഏകദേശം വേവാറായി. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച് അപ്പുറത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് ചൂര മീൻ കറി വെച്ചു. പിന്നെ ഇന്ന് കുറച്ച് മരിച്ചിനിയാണ് വെച്ചു. പിന്നെ കുറച്ച് വാള മീൻ കിട്ടി കേട്ടോ, അതിനെയും കൂടി ഒന്ന് കറി വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറുപയർ തോരൻ വെച്ചു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഇനി ഒരു പാക്ക് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നല്ല സൂപ്പർ പാക്കാണ്, അതെല്ലാവരും കണ്ടു നോക്കണം. ആ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. നമുക്ക് പാക്കിനുള്ള സാധനങ്ങൾ കാണാം. അതിലേക്ക് വേണ്ട ആവശ്യത്തിന് നമുക്കിതേ പൗഡർ, പിന്നെ വേണ്ടത് റോസ് വാട്ടർ കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഒരു ചെറിയ രീതിയിൽ പാക്ക് ഉണ്ടാക്കി മുഖത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയാം. അതിലേക്ക് വേണ്ടി നമുക്ക് പൗഡർ, കുറച്ച് പൗഡർ മതി കേട്ടോ. നമുക്ക് ഇത്രയും പൗഡർ ഒന്ന് എടുക്കുക. അതുകൊണ്ട് ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ച് നമ്മളെ മുഖത്ത് ഇട്ട് ഒരു 5 മിനിറ്റ് ഇട്ടുന്നാൽ മതി. 10 മിനിറ്റ് ഒന്നും വേണ്ട. 5 മിനിറ്റ് ഇടുമ്പോഴത്തേക്കും അത് നല്ലവണ്ണം ഉണങ്ങും. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ പൗഡർ ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും പറയില്ല കേട്ടോ. ഇത് ഞാനൊരു വേറൊരു വീഡിയോ, ഒരു ബ്ലോഗർ ഇത് ഇടുന്ന കണ്ട് അത് ഇട്ട് നോക്കണതാണ് കണ്ടോ. അത് കുറച്ച് പൗഡറേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കലക്കി മുഖത്ത് തേക്കണുണ്ട്. റോസ് വാട്ടർ, പച്ചവെള്ളം എന്ത് വേണോ ഉപയോഗിക്കും. ഞാൻ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത്. വേറൊരു വീഡിയോയിലൊരു എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഇത് ചെയ്യുന്നുണ്ട്. അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അതാണ് ഞാൻ എടുത്തിടുന്നത്. അങ്ങനെ ഞാനിതാ എല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എന്നിട്ട് കഴുകിക്കളയാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റായി. പാക്കൊക്കെ നല്ലവണ്ണം ഉണങ്ങി. നമുക്കൊന്ന് കഴുകിക്കളയാം. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും ഒരു പഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് മുഖം ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കാം. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. കണ്ടു നോക്ക്, നല്ല റിസൾട്ടുണ്ട്, അടിപൊളി റിസൾട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ചെയ്യാൻ കൊള്ളാം. അല്ല നമ്മൾ നിത്യവും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു. ഇങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകുക, നേരത്തെ ഇതൊന്നും ചെയ്തതിന് ശേഷം കുളിച്ചെല്ലാം റെഡിയായതിന് ശേഷം ഒരു പാക്കിട്ട് എല്ലാം കഴുകി കളഞ്ഞ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് പോയി. മേക്കപ്പ് ഒന്നുമില്ല, പൗഡറും പൊട്ടുമൊക്കെ ഇട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ സൂപ്പറാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.